50 BJP കൗൺസിലർമാർ അടക്കം തിരുവനന്തപുരം നഗരസഭയിലെ പുതിയ 100 കൗൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്തു. BJP കൗൺസിലർമാർ അയ്യപ്പസ്വാമിയുടെയും ഭാരതാംബയുടെയും ബലിദാനികളുടെയും നാമങ്ങളിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ CPM കൗൺസിലർമാർ ഭൂരിഭാഗവും ദൃഢപ്രതിജ്ഞയെടുക്കുകയായിരുന്നു. വഞ്ചിയൂരിലെ CPM കൗൺസിലർ P. ബാബു പ്രതിജ്ഞ തിരുത്തിയതും UDF കൗൺസിലർ ശരണം വിളിച്ചതും എല്ലാം ശ്രദ്ധേയമായി. സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത BJP കൗൺസിലർ കരമന അജിത് യഥാമതി വിവേചനാശക്തി അനുസരിച്ച നിർവക്ഷ്യാമി ഇതി ഈശ്വരനാമിന സത്യപ്രതിജ്ഞ കരോമി. പത്മനാഭസ്വാമിയുടെ മുതൽ അയ്യപ്പസ്വാമിയുടെ വരെ നാമത്തിൽ BJP കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ബലിദാനികൾക്കും ആദരവ്. ശ്രീ പത്മനാഭ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീ ഇരുകുളങ്ങര ദുർഗാ ഭഗവതി നാമത്തിൽ ആറ്റുകാൽ അമ്മയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ബലിദാനികൾ അമരന്മാർ വന്ദേ മാതരം. ഭാരതാംബയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആശാനാഥും വിനോദ് ആർ അടക്കമുള്ള കൗൺസിലർമാർ ഭാരതാംബയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സ്വാമി ശരണമയ്യപ്പ. കടകംപള്ളി വാർഡ് പിടിച്ചെടുത്ത ജയ രാജീവും BJP കൗൺസിലർമാരും ശരണം വിളിക്കുന്നതും ശ്രദ്ധേയമായിരുന്നു. അയ്യപ്പ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഭൂരിപക്ഷം CPM കൗൺസിലർമാരും ദൃഢപ്രതിജ്ഞ എടുത്തു. എന്നാൽ കുളത്തൂരിലെ CPM കൗൺസിലർ ശ്രുതി ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. CPM നേതാവ് വഞ്ചിയൂർ ബാബുവിന്റെ സത്യപ്രതിജ്ഞ ഈശ്വരനാമത്തിൽ തുടങ്ങി ദൃഢപ്രതിജ്ഞയിലാണ് അവസാനിച്ചത്. എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. കുന്നുകുഴിയിലെ UDF കൗൺസിലർ മേരി പുഷ്പത്തിന്റെ സത്യപ്രതിജ്ഞയും അവസാനിച്ചത് ശരണം വിളിയിൽ. ജനം, തിരുവനന്തപുരം.